ഹായ് ഗൈസ്, ഡേറ്റ്സ് പിക്കിൾ ഇത് റെഡിയാക്കാൻ ഇവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളൻപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചൊരു പച്ചമുളക്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ വഴറ്റണം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഡേറ്റ്സ് ഇവിടെ 2 കപ്പ് ഞാൻ കുരു കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഡേറ്റ്സ് എല്ലാം ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് സോഫ്റ്റായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. സ്പാച്ചുല കൊണ്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. എല്ലാം മാഷ് ചെയ്യേണ്ട, ചെറിയൊരു ബൈറ്റ് കിട്ടുന്നത് പിക്കിളിനൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരുന്ന വാളൻപുളി ചേർത്ത് കൊടുക്കാം. വാളൻപുളി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ല തിക്കായി വരുമ്പോൾ നേരത്തെ നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് അല്പം കായം പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബിരിയാണി, ഗീ റൈസ്, മന്തി ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ പിക്കിള്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ പിക്കിൾ ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഉപ്പും പുളിയും എരിവും അല്പം മധുരമൊക്കെയുള്ള ടേസ്റ്റി പിക്കിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.